أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كيف تكفرون بالله وكنتم أمواتا فأحياكم ثم يميتكم ثم يحييكم ثم إليه ترجعون. هو الذي خلق لكم ما في الأرض جميعا ثم استوى إلى السماء فسواهن سبع سماوات وهو بكل شيء عليم. صدق الله العظيم. كيف تكفرون بالله وكنتم أمواتا. കഴിഞ്ഞ 12 ദിവസങ്ങളിൽ ഈ ആയത്താണ് നമ്മൾ ചർച്ച ചെയ്തത്. ചില മഹാന്മാർ അതിന് വേറെ രീതിയിലുള്ള വിശദീകരണം ഇശാറത്തായി പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് തക്ഫുറൂന ബില്ലാഹ്, അള്ളാഹുവിന്റെ ഖുദ്റത്ത് കൊണ്ടും വഹദാനിയത്ത് കൊണ്ടും നിങ്ങൾ നിഷേധികളാകുന്നത്. വകുന്തും അംവാത, നിങ്ങളെല്ലാവരും ആദം അലൈഹിസ്സലാമിന്റെ മുതുകില് കേവലമായ അണുകളായിരുന്നല്ലോ. ഫഅഹ്യാക്കും, ആ മുതുകിൽ നിന്ന് അലസ്തു ബിറബ്ബിക്കും എന്ന് കേൾപ്പിക്കാൻ അള്ളാഹു നിങ്ങളെ പുറത്തു കൊണ്ടുവന്നില്ലേ. സുമ്മ യുമീത്തുക്കും, പിന്നെ അങ്ങോട്ട് തന്നെ കൊണ്ടുപോയില്ലേ. സുമ്മയൊഴിക്കും, പിന്നല്ലേ രണ്ടാമത് ഗർഭപാത്രത്തിലൂടെ ഭൂമിയിൽ കൊണ്ടുവന്നത്. സുമ്മയിലേ തുർജവും, ഇനി അള്ളാഹുവിലേക്കാണ് നിങ്ങളെ പോക്ക്. അല്ലാത്തൊരു കോർവേണത്. ആദം അലി ഇസ്ലാമിന്റെ മുതുകില് പിന്നെ അലസ്തു ബി റബ്ബിക്കും ഖാലൂ ബല, അള്ളാഹു അലസ്തു ബി റബ്ബിക്കും എന്ന് ചോദിക്കാനും നമ്മൾ ബല എന്ന് പറയാനും എല്ലാരും പുറത്തു കൊണ്ടുവന്നു. പിന്നെ അങ്ങോട്ട് തന്നെ മടക്കി, പിന്നെ ഇങ്ങോട്ട് തന്നെ കൊടുന്നു. അത് ലാസ്റ്റ് പറഞ്ഞൊക്കെയാണ് സുമ്മയിലേ തുർജവും, പിന്നെ നിങ്ങളെല്ലാവരും അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്നവരാ. ഈ പറഞ്ഞയിൽ നിന്ന് ഒരു പോയിന്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റാൻ ഒരു വൻകിട ശക്തിക്കും ലോകത്ത് സാധ്യമല്ല. അതിലൊന്നും നമുക്ക് അധികാരമില്ല. ഞാൻ എന്ന് ജനിക്കണം, എൻ്റെ വാപ്പ ആരാകണം, എൻ്റെ ഉമ്മ ആരാകണം, ഇതൊന്നും നമുക്ക് അധികാരമുള്ളതല്ല. ഡേറ്റ് ഓഫ് ബർത്ത് മനുഷ്യന് തീരുമാനിക്കാൻ പറ്റൂല. മരണത്തിന് ഡേറ്റും മനുഷ്യന് തീരുമാനിക്കാൻ പറ്റൂല. അതിൻ്റെ ഇടയിൽ അള്ളാഹു തആല നമുക്ക് സ്വാതന്ത്ര്യം നൽകിയത് തക്ലീഫിന്റെ ലോകത്ത് ഇത്തിരി കാര്യങ്ങൾക്ക് മാത്രം, അതും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. സുമ്മ ഇലൈഹി തുർജഊൻ, ഇനി നിങ്ങളെല്ലാവരെയും അവനിലേക്ക് മടക്കപ്പെടും. ഈ തുർജഊൻ, റുജു, ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്. അറബ് ഭാഷയിൽ റുജു എന്ന് പറഞ്ഞാൽ വന്നിടത്തേക്ക് തിരിച്ചു പോകുന്നതിനാണ് പറയാം. വന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോകുന്നതിനാണ് റുജു എന്ന് പറയാം. അത് നമ്മുടെ ലോകം ഇതൊന്നുമല്ല. ഇത് നമ്മുടെ ലോകമല്ല, നമ്മുടെ തറവാട് ഇതല്ല. ഒരു ഹദീസ് ഉണ്ട്, ഹുബ്ബുൽ വത്തനി മിനൽ ഈമാൻ. അത് ഹദീസാണോ അല്ലേ ഉലമായിന്റെ ഇടയിൽ ചർച്ച ഉണ്ട്. റിയാദ് സ്വാലിഹീൻ എന്ന കിതാബ് എല്ലായിടത്തുള്ള കിതാബാണ്. ഇമാം നവവി തങ്ങളുടെ ഹദീസുകളുടെ കിതാബാണ്. അതിനൊരു ഷറഹ് ഉണ്ട്, അതിന്റെ പേര് ദലീലുൽ ഫാലി എന്നാണ്, എന്റെ കയ്യിലുണ്ട്. അതിൽ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് ഹദീസാണോ അല്ലേ എന്നതിൽ ചർച്ച ഉണ്ടെങ്കിൽ ഹദീസായും പറയപ്പെടുന്നുണ്ട്. എങ്കിൽ അതിന്റെ അർത്ഥങ്ങളിൽ ഒന്ന് ഹുബ്ബുൽ വത്തൻ, സ്വർഗത്തെ ഇഷ്ടപ്പെടൽ, മിനൽ ഈമാൻ, ഈമാനിൽ പെട്ടതാണ്. അല്ലാത്ത അർത്ഥമുണ്ട്, അതിന്റെ ഒരു അർത്ഥം അതാണ്. കാരണം സ്വർഗം നമ്മളെ തറവാടാണ്, നമ്മൾ അവിടുന്ന് വന്നവരാണ്. ആ തറവാടിനെ എന്ത് സംഭവം അങ്ങനെ ശരി, പ്രശ്നമൊന്നുമില്ല. സ്വർഗം നമ്മളെ തറവാടാണ്. തറവാടിനെ നമ്മൾ ഇഷ്ടപ്പെടുമല്ലോ. തറവാട് തിരിച്ചു പിടിക്കണ്ടേ? തറവാട് നഷ്ടപ്പെട്ട പിന്നെന്താ? സുമ്മ ഇലൈഹി തുർജഊ. ഈ റുജൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഗതിയാണ്. വന്നോടത്തേക്ക് പോവാണ്. കാരണം ഇത് വിദേശമാണ്. കുൻ ഫി ദുനിയാ കഅന്നക ഗരീബ് വഅബ്റു സബീൽ വഅദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ.
കുൻ ഫി ദുനിയാ കഅന്നക ഗരീബ്, നീ ദുനിയാവിൽ പ്രവാസിയാണ്, അതുപോലെ തന്നെ കരുതിക്കോ, ഒരു പ്രവാസി. അവ ആബിറു സബീൽ, അല്ലെങ്കിൽ വഴിപോക്കൻ. ഓ, ഇബ്നു ഉമർ റളിയല്ലാഹു തോളത്ത് കൈയിട്ടിട്ട് താടിക്കുറ്റി പിടിച്ചിട്ട് ഓമനയിൽ പറഞ്ഞുകൊടുത്ത വർത്താനാണത്. പൊന്നുമോനെ ഇബ്നു ഉമറേ, ദുനിയാവിൽ നീ പ്രവാസിയാണ്, അല്ലെങ്കിൽ വഴിപോക്കനാണ്. ബഉദ്ദ, നീ നിന്നെ കണക്കാക്കിക്കോ, നഫ്സകന്റെ ശരീരത്തെ, മിൻ അസ്ഹാബിൽ ഖുബൂർ, ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ മണ്ണിന്റെ ഉള്ളിൽ മൂക്കിൽ പഞ്ഞി വെച്ച് കിടക്കുന്ന ആളായിട്ട് നിന്നെ നീ പരിഗണിച്ചോ എന്ന് മുഹമ്മദ് മുസ്തഫ. ജീവിതം രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ ക്യാപ്സൂളാണ്. ഇങ്ങനാണ്ട് കരുതിയാൽ പിന്നെ ആഡംബരം ഉണ്ടാവില്ല. ഇങ്ങനാണ്ട് കരുതിയാൽ പിന്നെ തമ്മാടിത്തോരം ചെയ്യൂല. അവനാണ് ഖായിഫ്. ഖായിഫ് എന്ന് പറഞ്ഞപ്പോ ചില ആളുകൾ മനസ്സിലാക്കുന്നത് വഅദില് കരയാണെന്ന്. വഅദില് ഞാനും കരയലുണ്ട്. ഞാൻ ഇപ്പൊ ഇന്നലെ രാത്രി പാലക്കാട് കരഞ്ഞു, കാരണം പൈസ കിട്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോ സംഘാടകർ എന്നോട് പറഞ്ഞ് ഞങ്ങൾക്ക് 5-6 ലക്ഷം ഉറുപ്പിക കിട്ടണം എന്ന് പറഞ്ഞ്, ഇനി കരയില്ല എന്താട്ടിന്. അപ്പൊ ഞാനും കരഞ്ഞ്, പൈസ കൊണ്ട് പോന്നില്ല. ആദ്യം തന്നെ ഒരാൾ 50,000 ഉറുപ്പിക കരച്ചിന്റെ നേട്ടം നോക്കാൻ നിങ്ങൾ പൈസ വാങ്ങിക്കൊടുത്തിട്ട് അങ്ങോട്ട് പോകുന്നത്. അതല്ല ഖായിഫ്. ഇബ്നു റജബ് റളിയല്ലാഹു അൻഹു പറയാണ്, ലൈസൽ ഖായിഫു മൻ ബകാ വഅസറ ഐനൈഹി. ഒരാൾ കരയ, കണ്ണിന്റെ കൊയ്യിന്ന് കുടുകുടാ വെള്ളം ചാടിക്കുക, ഇതൊന്നല്ല ഭക്തി ഉണ്ടെന്നുള്ളതിന് തെളിവ്. ബലിൽ ഖായിഫു മൻ തറക്ക മസ്തഹ വഖദറ അലൈഹി. അള്ളാഹു ഹറാമാക്കിയത് ചെയ്യാതിരിക്കുക. ഓന് ചെയ്യാൻ കഴിയും, സൗകര്യമുണ്ട്, സാഹചര്യമുണ്ട്, എന്നിട്ട് വേണ്ടാന്ന് കരുതിയിട്ട് മാറിക്കുക. ഇവനാണ് ഖായിഫ് എന്നാണ്. ഖായിഫ് കരയില്ല എന്ന് പറയുന്ന അർത്ഥമില്ല കേട്ടോ. ഞാൻ ആരെങ്കിലും കരയാണെങ്കിൽ ഓനെ കപടെന്ന് പറയാൻ നിൽക്കണ്ട. ഈ കരച്ചില് മാത്രല്ല, കാരണം കരച്ചില് എളുപ്പണ്ടേ. നിങ്ങൾ ഇന്ന് രാത്രി എന്റെ കൂടെ വന്ന് നോക്കാണി കാണിച്ചറിയാന്. നമുക്ക് എന്നും തന്നെ പണിയേ കരച്ചിലിന്റെ പണി. അതുകൊണ്ട് മാത്രം കാര്യമില്ല എന്നാ പറഞ്ഞത്. ഞങ്ങൾ ആരെയല്ല കുറ്റം പറഞ്ഞ, എന്നെ തന്നെയാണ്. ഞാനല്ല ഈ കരയണ പരിപാടി നടത്തുന്നത്. നിങ്ങൾ ആരെങ്കിലും കരച്ചിൽ പ്രോഗ്രാമിൽ പോകണ്ടോ? ഞാനല്ല പോണത്. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ തോന്നിയാസത്തിന് സൗകര്യം കിട്ടുമ്പോ അള്ളാഹ് എന്ന് പറഞ്ഞ് മാറാൻ കഴിയുന്ന ആൺകുട്ടികളുണ്ട്. ആ കൂട്ടത്തിൽ അള്ളാഹു പെടുത്തട്ടെ. ഇല്ലാതെ കുറെ കരഞ്ഞിട്ട് കാര്യമില്ല. ഉണ്ടായിങ്ങാണ്ട് കരഞ്ഞാ ഒക്കെ അൽഹംദുലില്ലാ. വൈലൈഹി തുർജഊൻ, അവനിലേക്കാണ് നിങ്ങളൊക്കെ മടക്കപ്പെടുന്നത്. അല്ലാഹ്. ഒരാൾ മരിച്ചു എന്ന് കേട്ടെ നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ്? ഇന്നാ ലില്ലാഹി റാജിഊൻ. അതന്നെ എവിടെ തുർജഊൻ, റാജിഊൻ. നമ്മളൊരാൾ മരിച്ചു എന്നിട്ട് നമ്മൾ പറഞ്ഞത് ഓൻ പോയില്ലേ പാവന്നല്ലല്ലോ. ഉടനെ പറയണത് ഇന്നാ, നിശ്ചയം നമ്മള്, ലില്ലാ, അള്ളാഹ്ക്ക് അവകാശപ്പെട്ടതാണ്. ഇന്നാ, നിശ്ചയം നമ്മൾ, ഇലൈ, അവനിലേക്ക് റാജുവൻ മടങ്ങിപ്പോണ ആളാണ്. ഇപ്പം മാത്രല്ല എന്നാണ് പറയണേ. നമ്മളെ വർത്താനാണ് കേട്ടാ കുറച്ചാൾക്കാരും മരിക്കാണ്ടായാലും ഓനും പോയി നമ്മൾ മരിക്കാത്തവരാണെന്നാണ്. ഒരാൾ മരിച്ച തന്നെ പടച്ചോനെ എന്തിയ കാരണം? സമയമായി, വേറെന്താ കാരണം? നാളെ ഒരാൾ എന്നോട് അറിയാം, ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് വാതിനൊരു വീട്ടിൽ പോയപ്പോൾ വലിയൊരു മലയാളിനെ വിട്ടില്ല, എന്റെ 5 മരിച്ചിട്ടുണ്ട്, സമയമായിട്ട് മരിച്ചല്ല. ഞാൻ ആൾ മുഖത്തൊക്കെ നോക്കി, സമയമായിട്ട് മരിച്ചല്ല. എന്ത് അറ്റാക്ക് വന്ന് മരിച്ചാണ് എന്ന് ഞാൻ ചോദിച്ചാൽ അതന്നെയല്ലേ സമയം, വേറെന്താ? അപ്പൊ ആളിങ്ങനെ കണക്കൂട്ടാണ്, അവൻ അറ്റാക്ക് ഇല്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി കാലം ജീവിക്കുമായിരുന്നു. എന്തൊരു അന്ധമായ യാത്രയാണ്. ഖുർആൻ പറയണതോ സമയം സമാഗതായാൽ. അതേതാ? അറ്റാക്ക് ആണെങ്കിൽ അറ്റാക്ക് തന്നെ. KSRTC ബസിന്റെ ടയറാണെങ്കിൽ അതന്നെ, ഇടിയാണെങ്കിൽ അതന്നെ, പാമ്പ് കടിക്കലാണെങ്കിൽ അതന്നെ, ബസിന്റെ ചോട്ട് പെടലാണെങ്കിൽ അതന്നെ, ഫ്ലൈറ്റിൽ പെടലാണെങ്കിൽ അതന്നെ. അതന്നെയല്ലേ സമയം, വേറെന്താ സമയം? വൈലൈഹി തുർജഊൻ, അവനിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്നതാണ്. ഈ മടക്കണ്ടല്ലോ, അതൊരു സന്തോഷമായി തീരണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ആ സമയത്ത് പഠിച്ചവനെ അങ്ങനെ നിൽക്കുക. അപ്പൊ വേദന കണ്ട് വരിക. വേദന കണ്ട് വരുമ്പോ മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു തആല എന്ത് ചെയ്യും? നല്ല നല്ല സാധനങ്ങളൊക്കെ മുമ്പിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കും. കുറെ ആൾക്കാർക്ക് നോമ്പുണ്ടല്ലോ, വലിയ സായിമി ഫർഹത്ത,
നോമ്പുകാരന് രണ്ട് ആനന്ദാണ്. ഫർഹത്തുൻ ഇന്ദ ഫിത്രിഹി, അതിന് ചില വലിയ മഹാന്മാർ കൊടുത്ത അർത്ഥം എന്താ അറിയങ്ങള്? ഫർഹത്തുൻ ഇന്ദ ഫിത്രിഹി, ഒന്ന് ഇന്ദ ഖുറൂജിഹി മിന ദുനിയ, ദുനിയാവിന്ന് പിരിഞ്ഞു പോകുമ്പോഴുള്ള ആനന്ദാണ്. കാരണം നോമ്പ് വറ്റതും പട്ടിണി കിടന്നതും ഖുർആൻ ഓതിയതും സ്വതക്ക കൊടുത്തതും ഉംറ ചെയ്തതും ഹജ്ജ് ചെയ്തതും ഖുർആനെ ഖത്മ ചെയ്തതും ഇതൊക്കെ മുന്നിൽ ഇങ്ങനെ വന്ന് അള്ളാഹു പ്രത്യേക രൂപത്തിൽ ഇട്ടുതരും. അപ്പൊ ഈ മയ്യിത്താൻ പോകുന്നവന് ഓനയിക്കാണ് നോക്കുക. നിങ്ങൾ കണ്ടില്ലേ ചില ആൾക്കാരെ മുഖത്ത് ഇങ്ങനെ ലൈറ്റ് ഒരു പ്രകാശം തൈക്ക് നോക്കിയിട്ടാണ് വായിക്കിങ്ങനെ തുറച്ചു നോക്കും, എന്നിട്ട് ചിരിക്കും, അതിലൊറുവാണ്ട് പോകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ചില ആളുകളുടെ മൂക്കിന്റെ ദ്വാരം വികസിക്കും, ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തട്ടെ. ദ്വാരം നല്ലതാ. ഈമാനോടെ മരിച്ചു എന്നുള്ളതിന്റെ ലക്ഷണങ്ങളിൽ ഫിഖ് പറഞ്ഞ ഒരു ലക്ഷണം, ഒന്ന് നെറ്റത്തുനിന്ന് വേർപ്പ് ഇങ്ങനെ വരിക, അത് നല്ല ലക്ഷണമാണ്. എൻ്റെ അമ്മ വഫാത്താവുമ്പോൾ ഞാൻ അടുത്തുണ്ടായിട്ടില്ലെങ്കിലും ഞാൻ ആ സമയത്തൊന്നങ്ങോട്ട് മാറി. അള്ളാഹു ഇന്നാണ്ട് അപ്പുറത്തേക്ക് ആക്കിയതാ, എനിക്ക് ലൈവായിട്ട് കാണാൻ കഴിയില്ല, അതായിരിക്കും. അവരേ അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്തും എന്നോട് അറിഞ്ഞു ഉമ്മാൻ്റെ കുട്ടി കുറച്ച് ചോറയിച്ച് പോരിന്ന് അറിഞ്ഞു. അപ്പോൾ ഞാൻ അമ്മക്ക് കാലിങ്ങനെ പിടിച്ചുകൊടുക്കുകയാണ്. അവൻ്റെ മുഖത്ത് നോക്കി ഉമ്മാൻ്റെ കുട്ടി കുറച്ച് ചോറയിച്ച് പോരിന്ന് അറിഞ്ഞു. അപ്പോഴും ഞാൻ പോയില്ല. അപ്പം എന്നോട് അറിഞ്ഞേ ഉമ്മാൻ്റെ കുട്ടി കുറച്ച് ചോറയിച്ച് വരും. ഞാൻ ആ ചോറയിക്കാൻ പോയപ്പോഴാണ് വഫാത്താണ്. അതൊരു പക്ഷേ എനിക്ക് ലൈവായിട്ട് കാണാൻ കഴിയില്ല, അതാണ്. അപ്പം ഉമ്മാൻ്റെ നെറ്റത്തുനിന്ന് വേർപ്പ് ഇങ്ങനെ എടുത്തിരുന്നു, അതാണ്. അത് നല്ല ലക്ഷണമാണ്. രണ്ടാമത്തെ ലക്ഷണമാണ് മൂക്കിന്റെ ദ്വാരം ഇങ്ങനെ വികസിക്കുക. അതെന്താന്നറിയാം? ഈ മരിക്കാൻ സമയത്ത് നമ്മളെ ദുന്യാവിന്റെ റേഞ്ച് പോകും, ടവർ അവിടുത്തെ കിട്ടുക. അപ്പൊ ഈ മരിക്കണ സമയത്ത് തന്നെ അവിടുത്തെ സ്മെല്ല് ഇങ്ങനെ വരാൻ തുടങ്ങും. മോമിനാണെങ്കിൽ സ്വർഗത്തിന്റെ മണം ഇങ്ങനെ എടുക്കും. അപ്പൊ അവന് വാസനിക്കാണ്, അതിൽ ദ്വാരം ഇങ്ങനെ വികസിച്ചിരിക്കും. അതാണ് റൂഹ് ഇങ്ങനെ പോകുമ്പോ കണ്ണിങ്ങനെ നോക്കും. അതിനെ തുറന്നെടുക്കണ കണ്ണുങ്ങൾ പൂട്ടിക്കൊടുക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. എല്ലാരും പോവുക. ആ യാത്ര അള്ളാഹു സന്തോഷമായി തെറ്റ. അത് എപ്പോഴാ നമുക്ക് പറയാൻ പറ്റൂല. നമ്മളെല്ലാവരും വ്യത്യസ്ത ഡേറ്റിന് വ്യത്യസ്ത ഉമ്മാന്റെ പള്ളിയിൽ നിന്ന് വ്യത്യസ്ത സ്ഥലങ്ങളിൽ വന്നവരാണ്. ഇനി പോലും അങ്ങനെ തന്നെയാണ്. ഓരോരുത്തർ ഡേറ്റ് ആകുമ്പോൾ അങ്ങനെ പോകും, ആരും കാത്തിക്കൂല. വ്യത്യസ്ത കബറുകള്, വ്യത്യസ്ത സമയങ്ങള്. ഈ പള്ളിക്കാട്ടിലൊക്കെ എത്ര മീസാന, അതിൻ്റെ അടിയിലൊക്കെ ഇവിടെ വന്നിരുന്നതിന് കുറെ ആൾക്കാരില്ലേ. ഞാൻ കണ്ടവരുണ്ട്, ഞാൻ കാണാത്തവരുണ്ട്. നമ്മളൊരു സ്ഥലം ഇങ്ങനെ കാത്തിക്കുന്നുണ്ട്, ഒരു സ്ഥലം നമ്മളങ്ങനെ കാത്തിക്കുന്നുണ്ട്. അള്ളാഹു ആ യാത്ര റാഹത്താക്കി തരച്ചേ. ആ മണ്ണറ അള്ളാഹു നമുക്ക് മണിയറിയാക്കി തരച്ചേ. അള്ളാഹു എപ്പോൾ മരിക്കുകയാണെങ്കിലും ഈമാനോടെ നമ്മൾ മരിപ്പിക്കട്ടെ ഇൻഷാ അള്ളാഹ്. ബാക്കി നമുക്ക് പറയാം. അതിൻ്റെ ആ ആയത്തിന്റെ ചെറിയൊരു ഭാഗം തന്നെ ബാക്കിയൊക്കെ ഉണ്ട്. അത് ഇൻഷാ അള്ളാഹ് നാളെ വിശദീകരിക്കും. നാളെ ഞാൻ ഉംറയ്ക്ക് പോവുകയാണ്. നാളെ ക്ലാസ്സിനുണ്ടാവും. ചായയും കടി ഞങ്ങളെ വകനാണ്. എൻ്റെ കൂടെ സുനീറും നൗഷാദും ഉണ്ട്. ഞങ്ങൾ മൂന്നാളും കൂടി ഇന്നലെ കൊടുത്തിട്ടുണ്ട്, നാളെയും കൊടുക്കാന്ന് പറഞ്ഞു. കൊടുത്തപ്പോ അധികമാകുമോ അല്ലേ? നാളെയും കൊടുക്കണ്ട സുനീർ, നാളെയും കൊടുക്കണം ഇൻഷാ അള്ളാഹ്. കൊടുക്കന്നെ വേറെന്താ. ആ കൂട്ടത്തിൽ ഞങ്ങളോടൊരു ചെറിയ സംഗതി പറയാണ്. നമ്മളെ സുബൈന്റെ ക്ലാസ്സിൽ ഇന്ന് വരെ പിരിച്ചിട്ടില്ല. ക്ലാസ് തുടങ്ങിയിട്ട് 2 കൊല്ലമായി. പിരിച്ചിക്കണോ? ഇങ്ങോട്ട് പിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ആ മനുഷ്യനെ നോക്കാൻ നിങ്ങൾ ഇളകിക്കാണ്ടിരിക്കണേ. ഇനി ഇങ്ങോട്ട് നോക്കി. എനിക്ക് അദ്ദേഹത്തിന്റെ പേര് പോലും അറിയില്ല. ഞാൻ ഒരിക്കലും 4 വർഷം മുമ്പ് ഇങ്ങനെ യാത്ര ചെയ്യാണ്. അപ്പൊ ഒരാളുടെ റോഡ് സൈഡിൽ ഇങ്ങനെ നിൽക്കണം. വണ്ടിക്ക് കൈ ആയിട്ടുണ്ട്, കയ്യും പറക്കുന്നുണ്ട്. ഞാൻ ചവിട്ടി. ഞാൻ എന്നെ ഡ്രൈവ് ചെയ്യണ്ടേ. ഞാൻ അവിടെ ആകണ കാലത്ത് കയറാൻ പറഞ്ഞു. കയറി. എവിടേക്കാ നിങ്ങൾ പോകണമെന്ന് വെച്ച് ഞാൻ കുണ്ടോട് ജംഗ്ഷനിക്ക് പോകണമെന്നല്ല. എന്നാൽ ഞാൻ വിട്ടുതരാറുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾ ഇങ്ങനെ കൈ വരച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഗൾഫിൽ പണിയുള്ള ആളായിരുന്നു ഉസ്താദെ, എൻ്റെ ജീവിതം മൊത്തം വഴിമുട്ടി. അപ്പൊ ഞാൻ ഇതിനെ ചികിത്സിക്കണം. ചികിത്സിക്കാൻ എൻ്റെ അടുത്ത് പൈസ ഇല്ല. അപ്പൊ ഞാൻ വണ്ടി ഒന്ന് സ്ലോ ആക്കി. അത് ശരിയല്ലല്ലേ, നമ്മളെ മുമ്പിൽ അള്ള കൊടുന്നേരല്ലോ. അപ്പൊ അത് ചികിത്സിക്കാൻ പൈസ ഇല്ല എന്നോ. ഇതിനൊരു ഇഞ്ചക്ഷൻ എടുക്കണം, അതിന് 15,000 റുപ്യ ആവും, കോയമ്പത്തൂർ പോകണമെന്ന് പറഞ്ഞു. ആ 15,000 റുപ്യ ഇല്ലാത്തതുകൊണ്ടാണോ നിങ്ങൾ നടക്കണമെന്ന് വെച്ചാൽ അത് ഞാൻ തരാം. നിങ്ങൾ അടിച്ചോളി എന്ന് പറഞ്ഞു. ആദ്യത്തെ ഒരു 15,000 റുപ്യ അദ്ദേഹത്തിന് അന്ന് ഞാൻ കൊടുത്ത ഓർമ്മ എനിക്കുണ്ട്. പിന്നെ അദ്ദേഹത്തിന് കാര്യമായിട്ട് അങ്ങനെയല്ലോ, മൂലക്ക് ഇരുന്നാൽ തിരിഞ്ഞോക്ക് ആരും ഉണ്ടാവില്ല.
പൈസ ഉള്ള കാലത്ത് എല്ലാവരും ഒപ്പം ഉണ്ടാവും. ഇപ്പൊ അദ്ദേഹത്തിന് രണ്ടാമത് ആ സോക്കട് വന്നിട്ടുണ്ട്, കൈ നല്ലോണം വരക്കുണ്ട്. ഇടക്കിടക്ക് അദ്ദേഹം എനിക്ക് വിളിക്കാറുണ്ട്, ദ്വാരം തരലുണ്ട്, അന്നത്തെ ഉപകാരം ഓർത്തുകൊണ്ട്. ഇപ്പൊ രണ്ടാമത് അദ്ദേഹത്തിന് വലിയൊരു പൈസ അദ്ദേഹത്തിന്റെ മുമ്പിൽ ചികിത്സക്ക് വേണ്ടി വരികയാണ്. കോയമ്പത്തൂർ തന്നെ പോകണം, ഒരു നിവൃത്തില്ലാതെ എനിക്ക് വിളിച്ചിരുന്നു. ഞാനിപ്പോ എത്ര കൊടുത്താലും എത്തൂല. ഞാൻ പറയും ഞാൻ തരാനുള്ള ഞാൻ തരാം, പക്ഷെ ഞാൻ നിൽക്കണ നാട്ടുകാര് മുമ്പുള്ള സ്ഥലത്തെ കറുകത്തിരുത്തി അവിടെ അങ്ങനെ തന്നെ ആയിരുന്നു. മൂപ്പരാ മാലിന്യനുമാണ്, അതിന്റെ ഒരു ഓരത്തുള്ള ആളാന്ന് എന്റെ ഓർമ്മ. അപ്പൊ ഇവരോടും പറഞ്ഞാൽ അവരെന്തെങ്കിലുമൊക്കെ ചെയ്തുതരും. പലതുള്ളി പെരുവെള്ളം എന്നല്ലേ, ഞങ്ങളോട് 1000 2000 തരാൻ പറയണില്ല, നിങ്ങൾ 100 എന്നാളേ, 50 എന്നാളേ. ഞാൻ ആ പങ്കെടുക്കണേൽ നിങ്ങളൊന്ന് പങ്കെടുപ്പിക്കാനാണ് ഇൻഷാ അല്ലാഹ്. അപ്പൊ അദ്ദേഹത്തിന് അയാളെ നല്ല ദ്വാരം തരും. എന്താണ് ഇവിടെ ദ്വാരക്കല്ലേ, ഞാൻ എനിക്ക് എന്റെ കൂടെ സുനീർ ഇവരൊക്കെ കേട്ടിക്കണ ഇടക്കിടക്ക് ദ്വാരക്കണ അത് അയാളെ ദ്വാരക്കണ. എനിക്ക് വോയിസ് വിട്ടുതരും, ചുരുങ്ങിയത് 5 മിനിറ്റ് ഒക്കെ ഉണ്ടാവും. ഇപ്പൊ തന്നെ അദ്ദേഹത്തിന്റെ ഒരു വോയിസ് ഉണ്ട് 4 മിനിറ്റിൽ കിടക്കണം. അപ്പൊ ദീർഘമായതാവുമ്പോൾ എനിക്ക് സമയം കിട്ടൂല, ഞാൻ കൂടുതൽ യാത്രയിലേക്ക് കേൾക്കില്ല. അപ്പൊ അയാൾ ഇങ്ങനെ ദ്വാരക്കും, പഠിച്ചോനെ ഞാൻ കുഴഞ്ഞു കിടക്കണം, എന്നെ സഹായിച്ച ഉസ്താദാണ് റബ്ബേ എന്നിട്ട് ഇങ്ങനെ ദ്വാരം തരലുണ്ട്. അപ്പൊ നിങ്ങളെ എല്ലാവരും ഓർത്തിട്ട് പേരറിയിലും അദ്ദേഹം ദ്വാരക്കും. അദ്ദേഹം രോഗിയാണ്, ശരീരത്തിന് ആഫിയത്തില്ലാത്ത രോഗിയാണ്. അദ്ദേഹത്തിന് ദ്വാക്ക് ഉത്തരം കിട്ടും. ഇത് നല്ലൊരു ഈസാണ്, നിങ്ങൾക്ക് പറ്റിയാല്. വലിയ പൈസ ഒന്നും ഞാൻ പറയില്ല കേട്ടാ. ഇനി ഇത് കഴിഞ്ഞിട്ട് ഓരോരുത്തരും എന്റെ കൈ കൊടുന്നു തരരുത്, കാരണം ഞാനാളും കാണലൊന്നുമില്ല. ഇപ്പൊ ഈ കൊടുക്കണത് 50 ആണെങ്കിൽ 50, 10 ആണെങ്കിൽ 10, 100 ആണെങ്കിൽ 100. ഇൻഷാ അല്ലാഹ് എല്ലാവരും മൂപ്പരെ കൈ കൊടുക്കണം. പോകുമ്പോ ഇൻഷാ അല്ലാഹ് ഒരു ചെറിയ ദുആയിൽ പിരിയാണ്. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിന മുഹമ്മദ് വറഹം ഉമ്മത്ത സയ്യിദിന മുഹമ്മദ് വതജാവസ് അൻ ഉമ്മത്തി സയ്യിദിന മുഹമ്മദ്. നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ കഴിയോ? ഇങ്ങോട്ട് വരാൻ കഴിയോ? അന്ന് ഇങ്ങോട്ട് വരിക അന്നാ നബുഖാനെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أوصل اللهم ثواب ما صليناه وبلغ إلى حضرة حبيبنا مصطفى محمد صلى الله عليه وسلم وإلى أرواح جميع الخير كلهم أجمعين. اللهم وإلى أرواح من دفنوا حوالينا اللهم بحقهم وبجاههم اللهم يسر عسيرنا وعسير من أوصانا بالدعاء وقضي حوائجنا وحوائجهم واشف أمراضنا وأمراضهم وأد ديوننا وديونهم وأصلح أحوالنا أحوالهم. اللهم بارك لنا في جميع أمورنا لا سيما في تعلمنا وفي تعليمنا وفي سائر معاملاتنا بركة تامة كما باركت على عبادك الصالحين. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين.